വയനാട്ടിൽ മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. ഗൈനക്കോളജിസ്റ്റുമാരുടെ കൂട്ടായ്മയായ ലാപ്കോണിന്റെ നേതൃത്വത്തിലാണ് ശ്രമങ്ങൾ തുടങ്ങിയത്. മാതൃശിശു മരണനിരക്ക് നിലവിലുള്ളതിനേക്കാൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം. പുതിയ സാങ്കേതിക വിദ്യകളും അടിയന്തര പ്രസവ ശസ്ത്രക്രിയകളിലെ നവീനതകളും പ്രോത്സാഹിപ്പിക്കുവാനായി രൂപീകരിച്ചിരിക്കുന്ന സംഘടനയാണ് വയനാട് ജില്ലയിലെ ഗൈനക്കോളജിസ്റ്റുമാരുടെ കൂട്ടായ്മയായ വയനാട് ലാപ്കോൺ. ഗൈനക്കോളജിമാർക്കായി വിദഗ്ധ പരിശീലനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, തുടർച്ചയായ മെഡിക്കൽ വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നതാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ മാതൃശിശു മരണങ്ങൾ കുറയ്ക്കുന്നതാണ് പ്രധാന ഉദ്ദേശം. നിലവിൽ 1,39,000 എന്നതാണ് സംസ്ഥാന മാതൃശിശു മരണനിരക്ക്. എന്നാൽ വയനാട്ടിൽ കഴിഞ്ഞ 3 മാസമായി ഒരു മരണം പോലും പ്രസവത്തോടനുബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഇത് നിലനിർത്തി മാതൃശിശു മരണനിരക്ക് ഏറ്റവും കുറവുള്ള ജില്ലയാക്കി വയനാടിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. 2019 നവംബർ 4 മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ വയനാട് ലാപ്കോൺ സംഘടിപ്പിച്ച ലൈവ് സർജറി വർക്ക്ഷോപ്പ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നടന്ന ആദ്യത്തെ അത്തരം സംരംഭമായിരുന്നു. ഈ നേട്ടത്തിനു ശേഷം സംഘടനയുടെ രണ്ടാമത്തെ വലിയ പരിപാടിയാണ് ഇന്ന് കൽപ്പറ്റയിൽ ഒരു ദിനം മുഴുവൻ നീളുന്ന ഗൈനക്കോളജിയിലെയും ലാപ്രോസ്കോപ്പിയിലെയും വിഷയത്തെക്കുറിച്ചുള്ള വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. വയനാട് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയുടെ സഹകരണത്തോടെ വയനാട് ലാപ്കോണിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഡോക്ടർമാർ പങ്കെടുത്തു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ലാപ്കോൺ അധ്യക്ഷ ഡോക്ടർ ഓമന മധുസൂദനൻ നിർവഹിച്ചു. ദേശീയ തലത്തിൽ പ്രശസ്തനായ ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ പടിയത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. വയനാട് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ഡോക്ടർ ശിവകുമാർ, വയനാട് ലാപ്കോൺ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി.